മത്തായിച്ച ആരെയാ നോക്കുന്നേ? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു മത്തായിച്ച, നമ്മൾ രക്ഷപ്രഭുക്കളായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങൾ വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ, മത്തായിച്ച. എടാ അവൻ നീ ഇത് ആർക്കാ വിളിക്കുന്നത്? ഹലോ, ശരണാലയല്ലേ? ഗോപാലകൃഷ്ണന്റെ അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ലോ, രാത്രി തന്നെ വന്ന് ഗോപാലകൃഷ്ണൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. അവരെന്താ പറഞ്ഞു? അവൻ പണം കൊണ്ട് കടന്നു വരുന്നു മത്തായിച്ച. അവൻ നമ്മളെ പറ്റിച്ചു. അവനത് ചെയ്യും, ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നോട് ആ ചതി ചെയ്യരുതായിരുന്നു മത്തായിച്ച. അവനെ വിടരുതാ ബാലകൃഷ്ണ, വിടരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഈ നാട് കിടക്കാൻ നോക്കും. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളെ പറ്റിച്ചിട്ട് അവൻ രക്ഷപ്പെടണ്ട. വിളിച്ചു പറയടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. പോലീസ് സ്റ്റേഷൻ. ഉറുമി സ്തംഭാന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ 3 പേരെ നിങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളറിയാത്ത 3 പേര് കൂടിയുണ്ട്. ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒരു മാന്നാർ മത്തായി. അതിൽ ബാലകൃഷ്ണനാണ് ഞാൻ. എവിടുന്നാ വിളിക്കുന്നത്? മാന്നാർ മത്തായിയുടെ ഉർവശി തീറ്റേസിൽ നിന്നും. ഞാനും മാന്നാർ മത്തായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങളിലെ 3-ാമൻ ഗോപാലകൃഷ്ണൻ, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. മുഴുവൻ പണവും അവന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി അവൻ ഈ നഗരം വിടും. KLY 9433. ആ കാറിന്റെ പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടാവും. അവന്റെ അമ്മ. ഹലോ ഹലോ ഹലോ, അബ്സുക്കോയുടെ പെങ്ങള്, അവള് കല്യാണപ്പന്തലിൽ ഒരുങ്ങിയിരിക്കുക. നാളെ നേരം വിളിക്കുമ്പോ ഉണ്ണിയെ കൊണ്ട് റാണി വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, പണം. മത്തായി ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ബാലകൃഷ്ണ, നമ്മൾ ലക്ഷപ്രഭുക്കളാണ്. എന്താ മത്തായി ചേട്ടാ? നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഹംസക്ക് വരെ കാശ് കൊടുക്കാൻ പോയി. 35,000 രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് നാളെ കയറ്റി വിട്ടു. ബാലകൃഷ്ണ, നബീസറെ കല്യാണം നാളത്തിൽ നടക്കൂടാ. ദേ, ബാക്കി 2,65,000 രൂപ ഇതിനകത്തുണ്ട്. നമുക്ക് 3 പേർക്കും ഉറവാ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു എന്ന് കരുതി. എന്നിട്ട് ബാലകൃഷ്ണ, എന്നിട്ട് എല്ലാ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. അവരേത് നിമിഷവും ഇവിടെ എത്തും. നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഗോപാലകൃഷ്ണൻ. ബാലകൃഷ്ണ, കാറിൽ അമ്മ ഇരിക്കുന്നതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?
ബാലകൃഷ്ണ